പ്രോസസ്സ്. ആ ഡ്യൂ പ്രോസസ്സ് എന്താണെന്ന് ആദ്യം എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കട്ടെ. രണ്ടാമത്, ആ ഡ്യൂ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ യോഗ്യത മീഡിയയിൽ കാണുന്ന 4 കാര്യങ്ങളുണ്ട്. ഒരു കാര്യമല്ല, മറ്റുള്ളവരെല്ലാം കവൻട്രിയുടെ ഓഫീസർമാരായിട്ടുള്ള നോർമൽ ടെറൈനിൽ വർക്ക് ചെയ്ത പരിചയം മാത്രമുള്ളവരാണ്. മറ്റ് 2 പേരും നോർമൽ ടെറൈൻ. മറ്റേത് കൗണ്ടർ ഇൻസർജൻസിയിൽ 4 സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഓപ്പറേഷൻ എക്സ്പീരിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്തുള്ള എക്സ്പീരിയൻസ് ഈ മേഖലയിലായതുകൊണ്ട് ഇതിനേക്കാൾ ബെറ്റർ രാജ്യ താല്പര്യത്തിൽ വന്നു. മാത്രമല്ല, മറ്റ് 2 ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരിക്കലും മാറ്റുകയല്ല. ഞാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് ഒരാളുടെ പേര് പ്രപ്പോസ് ആയിട്ടുന്നൊരു മീഡിയ കണ്ടു. എനിക്കറിയില്ല, ഇതൊന്നും ഗവൺമെൻറ് ഇതിനകത്തിൽ അഭിപ്രായം പറയാൻ തന്നെ ഇല്ല. കാരണം ഇത് ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ റാംമോഹൻ, രാഷ്ട്രീയമായ ഒരു നീക്കമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? 2 പേരുടെ സീനിയോറിറ്റി മറികടന്ന് മൂന്നാമതൊരാളെ നിയമിക്കുക എന്നത് സേനയിൽ കീഴ്വഴക്കം എന്ന രീതിയിൽ ഇല്ല. 1983-ലാണ്, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇങ്ങനെ ഉണ്ടായത്. അതിനു മുൻപ് 1972-ൽ PS ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ച പോലെ ഫീൽഡ് മാർഷൽ സാം മനേഷയുടെ പിൻഗാമിയായി വരേണ്ടത് ലഫ്റ്റനന്റ് ജനറൽ PS ഭഗത്തായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല. പകരം ജനറൽ GC ബയൂറിന് 1 വർഷം നീട്ടി നൽകുകയും അദ്ദേഹം പിന്നീട് കരസേനാ മേധാവിയാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഭഗത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നു. കാരണം വിരമിക്കേണ്ട സാഹചര്യം വരികയാണ് ഉണ്ടായത്. ഇങ്ങനെ 1-2 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം താങ്കൾ യോജിക്കുന്നുണ്ടോ? ആ തീരുമാനത്തോട് No audio. No audio. Just now it cut off. ശ്രീ MP രാജേഷ്, എന്തുകൊണ്ടാണ് CPM-ഉം ഇടത് പാർട്ടികളും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ എതിർക്കുന്നത്? ഇത് അസാധാരണമായിട്ടുള്ള നടപടിയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മഞ്ജുഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വാതന്ത്ര്യം കിട്ടി ഈ 7 പതിറ്റാണ്ടിനിടയിൽ ഇതുവരെ ഇങ്ങനെ 2 തവണ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ കരസേനാ മേധാവികളെയും ഇങ്ങനെയല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യവുമല്ല. ഒന്ന് 72-ൽ സംഭവിച്ചതും പിന്നൊന്ന് 83-ൽ സംഭവിച്ചതും. അന്ന് ഇങ്ങനെ ചെയ്തില്ലേ എന്നത് ഇപ്പോൾ ചെയ്യുന്നതിനുള്ള ന്യായീകരണമാവുന്നില്ല. ഇന്ദിരാഗാന്ധി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നാളെ അതെല്ലാം പിന്നീട് ആവർത്തിക്കുന്നതിന് ഇന്ദിരാഗാന്ധി ചെയ്തതാണ് എന്ന ന്യായീകരണം മതിയാവുമോ? ഇപ്പോൾ 75-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നാളെ BJP അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അതിലെന്താണ് തെറ്റ്? അടിയന്തരാവസ്ഥ നേരത്തെ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഇതുള്ളൂ. അപ്പോൾ വളരെ അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. 72-ലും 83-ലും മാത്രമേ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോൾ ഉണ്ടാവുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആവർത്തിക്കുക എന്നത് ഒരു ന്യായമല്ല. അത് ആവർത്തിക്കുന്നു എന്നത് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അന്നും തെറ്റ് ചെയ്തു ഇപ്പോഴും തെറ്റ് ചെയ്യുന്നു എന്നർത്ഥം മാത്രമേ അതിനുള്ളൂ. രണ്ടാമത്തെ കാര്യത്തിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം സൈന്യത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്ന പ്രവണത ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീധരൻപിള്ള വളരെ ബഹുമാന്യ സുഹൃത്താണ് എൻ്റെ. അദ്ദേഹം പൊതുവിൽ സാധാരണ BJPക്കാരെക്കാളൊക്കെ വിവേകത്തോടെ സമചിത്തതയോടെ ഒക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേട്ടു, സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. എനിക്കത് കേട്ടപ്പോൾ വലിയ കൗതുകം തോന്നി. കാരണം നാഴികയ്ക്ക് 40 വട്ടം അതിർത്തിയിലെ പട്ടാളക്കാരൻ്റെ കാര്യം പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് BJPയുടെ ഉയർന്ന നേതാക്കൾ മുതൽ നരേന്ദ്രമോദി മുതൽ സാധാരണ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ സംഖ്യകൾ വരെയുള്ളവർ. അതാണല്ലോ ഒരു തുരുപ്പ് ചീട്ട്. ഏത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ബാങ്കിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നവരെക്കുറിച്ച് പറഞ്ഞാൽ അതിർത്തിയിൽ പട്ടാളക്കാരൻ ക്യൂ നിൽക്കുന്നില്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് കാര്യം പറഞ്ഞാലും അതിർത്തിയിലെ പട്ടാളക്കാരൻ്റെ സേവനത്തെ വിറ്റ് വോട്ടാക്കുന്നവരും കാശാക്കുന്നവരുമാണല്ലോ BJP. ഇപ്പോൾ പറയാണ് രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. ആരാ രാഷ്ട്രീയവൽക്കരിച്ചത്? സൈന്യത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗിച്ചത്, ഇത്തരം ചർച്ചകളിലേക്ക് വലിച്ചിഴച്ചിട്ടുള്ളത് ആരാണ്? BJPയും RSSുമാണ്. ഇത് നിരവധി ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മനോഹർ പരീക്കർ പറഞ്ഞത് RSS ട്രെയിനിങ്ങിൻ്റെ ഗുണമാണ്
സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കാരണമായത് എന്നാണ്. നഗ്നമായ രാഷ്ട്രീയവൽക്കരണമല്ലേ, നഗ്നമായ രാഷ്ട്രീയ ദുരുപയോഗമല്ലേ? എന്നിട്ട് നിങ്ങൾ ഉപദേശിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കരുത് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോഴും ഈ 3 പേരിൽ ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ രീതികളെ പറ്റി പറഞ്ഞു, മാനദണ്ഡങ്ങൾ വ്യക്തമായിട്ടുണ്ട്, അവിടെ സീനിയോറിറ്റി മാത്രമായിരിക്കില്ല മാനദണ്ഡമെന്ന്. ഈ 3 പേരുടെയും പറയുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹമാണ് ഈ മുന്നണിയിൽ, കരസേനയുടെ മുന്നണിയിൽ അല്ലെങ്കിൽ ഫീൽഡിൽ എന്ന് പറയാമല്ലോ, അവിടെ അനുഭവ പരിചയം ഉള്ളയാൾ. അതായത് 30 വർഷത്തോളം അദ്ദേഹത്തിന് പരിചയമുണ്ട്. LICയിലും LOCയിലും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മേഖലയിലും അദ്ദേഹത്തിന് പരിചയമുണ്ട്. ബാക്കി 2 പേർ അവർ കൂടുതലും ഓഫീസ് ജോലികളിലായിരിക്കും, മെക്കനൈസ്ഡ് ഫീൽഡിലായിരിക്കും ജോലി ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് സീനിയോറിറ്റി അല്ലാതെ അനുഭവ പരിചയം കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെയൊരു നിയമനം വന്നത് എന്ന്. ഈ മാനദണ്ഡം അംഗീകരിക്കാൻ പറ്റില്ല എന്നാണോ? നോക്കൂ, ഞാനൊരു സൈനിക വിദഗ്ധനല്ല, പക്ഷേ ഒരു കാര്യം ന്യായമായി ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഉയരുന്ന ഒരു സംശയം, ചോദ്യം, ഇപ്പോൾ സൈനിക മേധാവി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കരസേനാ മേധാവി എന്ന് പറഞ്ഞാൽ കരസേനയ്ക്കാകെ നേതൃത്വം കൊടുക്കേണ്ട ഒരാളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള വൈദഗ്ധ്യം മാത്രമാണോ അതിൻ്റെ മാനദണ്ഡമായി തീരുന്നത്? അവിടെ പൊതുവായ നേതൃത്വ ഗുണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഒരു പ്രത്യേക ടെറൈനിൽ, ശ്രീധരൻപിള്ള പറഞ്ഞത് ആ ടെറൈനിൽ ജോലി ചെയ്ത അനുഭവം അദ്ദേഹത്തിനേ ഉള്ളൂ എന്നാണ്. അത് തന്നെ വെരിഫൈ ചെയ്യേണ്ട ഫാക്റ്റാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇനി അതൊരു വാദത്തിന് വേണ്ടി എടുത്താൽ തന്നെ സൈനിക മേധാവിയുടെ ഒരു യോഗ്യത എന്നുള്ളത് എന്താണ്? കരസേനാ മേധാവിയായിട്ട് നിയമിക്കുമ്പോൾ ലൈൻ ഓഫ് കൺട്രോളിൽ ജോലി ചെയ്ത അനുഭവം മാത്രമാണോ പ്രധാനപ്പെട്ട കാര്യം? ലൈൻ ഓഫ് കൺട്രോളിൻ്റേത് മാത്രമല്ല, ഇത് പൊതുവായ നേതൃത്വമാണ്. കരസേനയ്ക്കാകെ നേതൃത്വം കൊടുക്കാനുള്ള പൊതു നേതൃത്വ ശേഷി, അനുഭവ സമ്പത്ത്, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ സീനിയോറിറ്റി ആയിരുന്നു എല്ലാ കാലത്തും ഇതിനു മുമ്പ് 2 സന്ദർഭങ്ങളിലൊഴികെ പരിഗണിച്ചു വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ട് എന്ന് ഞാനല്ല വിശദീകരിക്കേണ്ടത്, പക്ഷേ ടോം വടക്കന് വിശദീകരിക്കാൻ കഴിയുമായിരിക്കും. എന്തെങ്കിലും ന്യായമുണ്ടോ അതിന് എന്നുള്ളത്. ന്യായമില്ലെങ്കിൽ ആ ന്യായമില്ലാത്ത കാര്യം ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 2 തവണ മാത്രമേ സീനിയോറിറ്റി ലംഘിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മറ്റ് പലതിലും സീനിയോറിറ്റി ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ BJP അംഗീകരിക്കുന്നുണ്ടോ? ജഡ്ജിമാരുടെ നിയമനത്തിൽ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ സീനിയോറിറ്റി ലംഘിക്കപ്പെട്ടത്, ഇഷ്ടമുള്ള ജഡ്ജിമാരെ നിയമിച്ചത്, അതിനെതിരായിട്ടുള്ള ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞ വാദം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. 1983-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ പാർലമെന്റിൽ അതിനെതിരെ പ്രതിഷേധം ഉണ്ടായില്ല എന്ന്. അവിടെ കരസേനാ മേധാവിയായി നിയമനം കിട്ടാതിരുന്ന SK സിൻഹ രാജിവെക്കുകയുണ്ടായി. പക്ഷേ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് മുതിർന്നില്ല എന്ന്. അത് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ എനിക്ക് പറയാനാവുകയില്ല. അതവിടെ നിൽക്കട്ടെ. ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. പാർലമെന്റിൽ ഏതെങ്കിലും നിലയിൽ ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? പക്ഷേ ഒരു കാര്യം നമ്മൾ കാണണം, 83-ൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു സാഹചര്യം ഇന്നുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞത്, സൈന്യത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിഷയത്തിലേക്ക് വരാമെന്നാണ് നേരത്തെ മഞ്ജുഷ് പറഞ്ഞത്. ഇത് തന്നെയാണ് വിഷയം, പ്രധാന വിഷയം. സൈന്യത്തെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ നിയമനം സംശയാസ്പദമായി തീരുന്നത്. അത് സീനിയോറിറ്റി മറികടന്ന് ഗവൺമെന്റിന് താല്പര്യമുള്ളയാളെ അവരോധിക്കുന്നത് സംശയാസ്പദവും എതിർക്കപ്പെടേണ്ടതുമായിട്ട് തീരുന്നത് അവിടെയാണ്. ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് അതിൻ്റെ മുകളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം എന്തായിരുന്നു? എന്തെല്ലാം പ്രചരണമാണ് നടത്തിയത്? മാത്രമല്ല, നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയത് സർജിക്കൽ സ്ട്രൈക്ക് ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്, അന്നൊന്നും ഇത് പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന്. നേരത്തെ ബർമ്മയുടെ അതിർത്തി മറികടന്നുകൊണ്ട്, ബർമ്മയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തി മറികടന്ന് നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള നീക്കം നടത്തി. അതും ഇതുപോലെ പരസ്യപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് എത്ര വലിയ നയതന്ത്ര പ്രത്യാഘാതം ഉണ്ടാക്കിയെന്ന് ശ്രീധരൻപിള്ളയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ബർമ്മ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയെ പ്രതിഷേധം അറിയിച്ചല്ലോ. ഇതിനു മുമ്പ് ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതൊരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ബർമീസ് പട്ടാളത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂടി അനുമതിയോടെ നടക്കുന്നതാണ്. എന്നാൽ ഞങ്ങളങ്ങനെ ചെയ്തു എന്ന് പരസ്യപ്പെടുത്തി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പരസ്യപ്പെടുത്തിയതിൻ്റെ ഫലമായി ഒരു രാജ്യത്തിൻ്റെ അതിർത്തി ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അവർ പ്രതിഷേധം അറിയിച്ചല്ലോ, ശക്തമായ പ്രതിഷേധം അറിയിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ സൈന്യത്തെ, സൈനിക നീക്കങ്ങളെ, സൈന്യത്തിൻ്റെ രക്തസാക്ഷിത്വത്തെ ഒക്കെ ഒരു ലജ്ജയുമില്ലാതെ രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടമുണ്ടാക്കുന്നതിൻ്റെ ഈ പശ്ചാത്തലത്തിലാണ് സീനിയോറിറ്റി മറികടന്നുകൊണ്ടുള്ള നിയമനം കൂടുതൽ സംശയാസ്പദമായി. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ MP രാജേഷ്, BSF മുൻ ഡയറക്ടർ ജനറൽ ശ്രീ EM റാംമോഹനും ചേരുകയാണ്. ശ്രീ EN റാംമോഹൻ,
ഒരു രാഷ്ട്രീയ നിയമനമാണ് സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിന് നൽകിയിരിക്കുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അതോ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിയമനമെന്നാണോ കരുതുന്നത്? എൻ്റെ വിചാരത്തിന് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത്. ഇപ്പോൾ ജനറൽ റാവത്തിനെ ചീഫ് ആക്കിയത് രണ്ടാളെ സൂപ്പർസീഡ് ചെയ്തിട്ട്. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ജനറൽ റാവത്ത് പണ്ട് നോർത്തേൺ കമാൻഡിൻ്റെ ചീഫായിരുന്നു. നോർത്തേൺ കമാൻഡ് കാശ്മീർ അതിനകത്ത് വരും, ലൈൻ ഓഫ് കൺട്രോളൊക്കെ നോർത്തേൺ കമാൻഡിൻ്റെ അടിയിലാണ്. അപ്പോൾ അയാളെ അവിടുത്തെ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. മറ്റേ ഈസ്റ്റേൺ കമാൻഡ് നോർത്ത് ഈസ്റ്റാണ്, സദേൺ കമാൻഡ് ഇത് ഓൾ ഓവർ ദി ബേസ്, വെസ്റ്റേൺ ഏരിയ എല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷേ കാശ്മീർ ഇപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇയാളെ ചീഫാക്കിയത്. വേറെ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ആർമിയിൽ ചീഫിൻ്റെ അപ്പോയിൻമെൻറ്റിനകത്ത് കുറച്ച് അങ്ങനത്തെ സൂപ്പർസെഷൻ അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അതായത് സീനിയോറിറ്റി മറികടന്ന് വേണമെങ്കിൽ നിയമനം വിചാരം മാതിരി ഇതിനകത്ത് ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. ഇതിനകത്ത് അയാൾ നോർത്തേൺ കമാൻഡ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് അയാൾ ചീഫാക്കിയത്. പക്ഷേ ഇത്രയും വർഷങ്ങൾ 1983 ശേഷം ഇപ്പോൾ 33 വർഷമായിട്ട് ഇങ്ങനെ ഒരു നിയമനം നടന്നിട്ടില്ലല്ലോ. എല്ലാ വർഷവും എല്ലാ തവണയും എല്ലാ കരസേനാ മേധാവികളും വരുന്നത് സീനിയോറിറ്റി അനുസരിച്ചുകൊണ്ട് തന്നെയാണല്ലോ. പിന്നെ ഇപ്പോൾ പൊടുന്നനെ എന്തുകൊണ്ടാണ് സീനിയോറിറ്റി മറികടന്നുള്ള ഒരു നിയമനം? ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കാശ്മീരിൽ ഇപ്പം ഒരു വർഷത്തിൽ കൂടുതൽ ഇങ്ങനെ പ്രോബ്ലം നടക്കുന്നുണ്ട്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി പവറിലുള്ളത് അവർ ഇൻട്രസ്റ്റ് ചെയ്തായിരിക്കണം, അതുകൊണ്ടായിരിക്കും ഇയാളെ ചീഫാക്കിയത്. എന്ന് വെച്ചാൽ ഇയാളെ എക്സ്പീരിയൻസ് നോർത്തേൺ കമാൻഡിലാണ്. ശ്രീ എം ബി രാജേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇപ്പോൾ കരസേനാ മേധാവി എന്ന് പറയുമ്പോൾ കരസേനയുടെ മുഴുവൻ കോർഡിനേഷൻ ആണല്ലോ വരുന്നത്. അതിൽ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെ സീനിയോറിറ്റി ഇല്ലെങ്കിൽ പോലും മേധാവി ആകണം എന്ന് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? അത് അക്കാര്യമാണല്ലോ ഇവിടെ കേന്ദ്ര സർക്കാർ കണക്കിലെടുത്തിരിക്കുന്നത്. ശരി തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇയാൾ എക്സ്പീരിയൻസ് നോർത്തേൺ കമാൻഡിലാണ്. അല്ലെങ്കിൽ മറ്റതെല്ലാം കോമൺ തന്നെയാണ്, ഈസ്റ്റേൺ കമാൻഡ് സദേൺ കമാൻഡ് എല്ലാം കോമൺ തന്നെയാണ്. പക്ഷേ കാശ്മീർ ഇപ്പം കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം, അതുകൊണ്ടാണ് അയാളെ ചീഫാക്കി. ഇതാണ് എൻ്റെ ഇംപ്രഷൻ ഇതിനകത്ത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. ഇപ്പോൾ സേനയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണമുണ്ടല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. സേനയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു, ഈ നിയമനവും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതേസമയം കരസേനാ മേധാവിയുടെ നിയമനത്തെ രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്നത് പ്രതിപക്ഷമാണെന്ന് കേന്ദ്ര സർക്കാരും വാദം നടത്തുന്നു. BSFിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ആളാണല്ലോ താങ്കൾ. താങ്കൾ എന്താണ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഈ ആരോപണ പ്രത്യാരോപണങ്ങളെ?